ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കപ്പച്ചീനോ ആയിട്ടാണ്. എന്നാൽ ഈ കപ്പച്ചീനോ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ മിക്സിയിൽ 1 മിനിറ്റിനകത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, കപ്പച്ചീനോ ഒരു പുറത്തുനിന്നൊക്കെ മേടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച് കുടിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര പൈസയാണ്. എന്നാൽ നമുക്കിനി ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മിക്സിയിൽ കപ്പച്ചീനോ ഉണ്ടാക്കി കൊടുക്കാം. എന്നും തന്നെ നമുക്ക് കപ്പച്ചീനോ കുടിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പോളം ഉള്ള പാല് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അത് ഒരു ഭാഗത്ത് തിളയ്ക്കട്ടെ. ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ഉള്ള ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ നോക്കുക. അതാണിപ്പോൾ നമ്മുടെ മിൽമയുടെ പാക്കറ്റ് കവറിലൊക്കെ കിട്ടുന്നതൊക്കെ ഫുൾ ഫാറ്റ് ആണ്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനത് അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സി എടുത്തിട്ട് ഞാനിവിടെ 2 കപ്പ് അളവിലാണ് പറയുന്നത് കേട്ടോ. 2 കപ്പിന് കോഫിക്കാണ് ഞാനിപ്പം അളവ് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ മിക്സിക്കകത്ത് ഇടാൻ പോകുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം ഉള്ള കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണിന് ചേർക്കുന്നത് 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. പഞ്ചസാര ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പഞ്ചസാര ചേർക്കണമെന്നേ ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ചേർക്കുന്നത് ചൂടുവെള്ളം. നല്ലതുപോലെ തിളപ്പിച്ച ചൂടുവെള്ളം ഞാനൊരു 2.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. എല്ലാം ടേബിൾ സ്പൂൺ കണക്കാണ്. അപ്പോൾ 2.5 ടേബിൾ സ്പൂൺ നമ്മൾ ഈ ഒരു ചൂടുവെള്ളം ചേർക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് തിക്കായി ഒരു പേസ്റ്റ് പോലെ വരാനാണ്. ഈ പേസ്റ്റാണ് നമ്മൾ പിന്നെ കപ്പച്ചീനോയ്ക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരു 1 മിനിറ്റോളം ഞാൻ ആദ്യം ഒന്ന് അടിക്കുകയാണ്. എന്നിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു 1 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ പേസ്റ്റ് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 30 സെക്കൻഡും കൂടെ ഞാൻ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തരുടെ മിക്സിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. ഇത് ഇപ്പം തന്നെ കുറച്ച് തിക്കാണ്, എങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഒരു തിക്കായിട്ട് വരണം. അപ്പോൾ ചിലവരുടെ മിക്സിയിൽ ചിലപ്പോൾ ഈ ഒരു സമയത്ത് ആയിട്ടുണ്ടാവും. അന്നേരം നിങ്ങൾക്കത് എടുത്ത് ബാക്കി കാര്യം ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ കറക്റ്റായി വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു 30 സെക്കൻഡും കൂടെ ഞാനൊന്ന് അടിക്കുവാണ്. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. നല്ലതുപോലെ തന്നെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനത് കാണിക്കാം എത്രമാത്രം ക്രീമി ആണെന്നുള്ളത് കേട്ടോ. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഞാനതൊന്ന് തുറന്നിട്ടുണ്ട്. നല്ലൊരു കളറും നല്ലൊരു മണമൊക്കെയാണ്. നമ്മളൊരു സാധാരണ കാപ്പി ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി 1 മിനിറ്റൊക്കെ മതി ഇത് ഈ ഒരു കപ്പച്ചീനോ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഞാനിങ്ങനെ പറയുമ്പോഴാണ് ഒത്തിരിയായി തോന്നുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു കാപ്പിപ്പൊടിയൊക്കെ. ഇത് നമുക്ക് 2 എന്നല്ല, ഒരു 3-4 പേർക്ക്, കടുപ്പൊക്കെ ഒരു മീഡിയം കടുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 പേർക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്ന ഒരു കാപ്പിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കപ്പച്ചീനോ ഉണ്ട്. ഇവിടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പാല് ഞാൻ ഈ വേറൊരു പാത്രത്തിലോട്ട് നല്ലതുപോലെ മേലേന്ന് ആറ്റി ഒഴിക്കുകയാണ്. അത് ആറ്റി ഒഴിക്കാൻ കാരണം അത് പതഞ്ഞ് വരാനാണ്. ഈ കപ്പച്ചീനോരൊക്കെ ഒരു പ്രത്യേകത നല്ലതുപോലെ പതഞ്ഞ് ആണ് വരിക. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് 1-2 തവണ മതി. ഒത്തിരി ആയി കഴിഞ്ഞാൽ അത് ചൂടാറിപ്പോവും പാല്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 തവണയോളം ഞാൻ നല്ലതുപോലെ ഊറ്റി പതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പാല് ഞാൻ ഇച്ചിരി പാലൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് പറയാം. ഇനി നമുക്ക് കാപ്പി ഒഴിക്കാനുള്ള ഒരു കപ്പോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കുഞ്ഞ് കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എത്രത്തോളം കടുപ്പാണ് വേണ്ടിയത് അതിനനുസരിച്ചുള്ള ക്രീം നമുക്ക് ആദ്യം ഈ ഒരു കപ്പിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കടുപ്പത്തിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂണോളം ഉള്ള നമ്മുടെ ഒരു കോഫി ക്രീം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ പാൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ചൂടായിട്ടുള്ള പാല് നമുക്ക് കുറച്ച് മേലേന്ന് ഒഴിക്കാം. എങ്കിലാണ് അത് നല്ലതുപോലെ പതഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ പാലൊഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള ക്രീം നമുക്കിതിൻ്റെ മേലൊന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. നമ്മൾ താഴെ ഇളക്കുന്നില്ല കേട്ടോ. നമ്മളൊരു സാധാരണ സ്പൂൺ വെച്ച് ഇളക്കാൻ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ ഇളക്കരുത്, നമുക്ക് ഇളക്കാതെ തന്നെ കുടിക്കാം. ഞാൻ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരി പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഊറ്റി നല്ലതുപോലെ പതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു പത ഞാൻ ഇതിൻ്റെ മേലെ ഈ ഒരു കപ്പച്ചീനോ കപ്പിന് നമ്മൾ സെർവ് ചെയ്യുന്ന കപ്പിൻ്റെ മേലെ ഞാനൊന്ന് 3-4 ടീസ്പൂൺ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് കാണാനൊക്കെ ഉള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ വേറെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കുടിക്കുമ്പോൾ ഒരു പതോടുകൂടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. ഞാൻ ഇനി കുറച്ചും കൂടെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇച്ചിരി ഞാനൊരു ചോക്ലേറ്റ് പൗഡർ മേലെ ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഇടണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചോക്ലേറ്റ് പൗഡർ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഇച്ചിരി കാപ്പിപ്പൊടി വളരെ നൈസായിട്ടുള്ള പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതും ഇടാം.
അപ്പോൾ ഇതാ നമ്മുടെ ഒരു അടിപൊളി കപ്പച്ചീനോ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, മിക്സിയിൽ ഉണ്ടാക്കാം. ഇനി ഇതിന് വേണ്ടി ഒരു വിസ്കർ ഇല്ലെന്ന് ഓർത്ത് ഉണ്ടാക്കാതിരിക്കരുത്, ഹാൻഡ് ബ്ലെൻഡറോ ഇല്ലെന്ന് ഓർത്ത് ഉണ്ടാക്കാതിരിക്കരുത്. അതൊന്നും ഇല്ലാതെ മിക്സിയിൽ ഇതാ നമ്മുടെ കപ്പച്ചീനോ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.